നമ്മൾ ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഗൂഗിളിൽ ബർത്ത് രജിസ്ട്രേഷൻ ഓഫ് ആൻ ഇന്ത്യൻ ചൈൽഡ് ബോൺ ഇൻ UK എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു പേജ് വരും. ആ ഒരു പേജിലുള്ള ബർത്ത് രജിസ്ട്രേഷൻ ഓഫ് ചിൽഡ്രൻ എലിജിബിൾ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള ആ ഒരു ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹൈ കമ്മീഷൻ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ചെയ്യും. ആ പേജിൽ നമ്മളെല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എന്തൊക്കെയാണ് അവരുടെ ക്രൈറ്റീരിയ എന്നുള്ളതെല്ലാം നമ്മളൊന്ന് വായിച്ച് നോക്കുക, എല്ലാം ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ അതൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. അതെല്ലാം നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ലിങ്ക് എന്ന് പറയുന്നത് ഫസ്റ്റിൽ കിടക്കുന്നതാണ്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു പേജിലോട്ട്, വേറൊരു പേജിലോട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓൺലൈൻ പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. ആ ഒരു പേജിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഓൺലൈൻ സർവീസസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെക്ഷൻസ് ഉണ്ടാകും. ആ ഓൺലൈൻ സർവീസസിലെ സെക്ഷൻ 4 നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് രജിസ്ട്രേഷൻ ഓഫ് ആൻ ഇന്ത്യൻ മൈനർ ചൈൽഡ് അണ്ടർ ആക്ട് 1955 എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണും. ഇതിനകത്താണ് നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, എന്തൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം, അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ അതെല്ലാം ചെക്ക് ചെയ്ത് നമ്മളെല്ലാം നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് പേജിൽ കാണുന്നത് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. നമ്മുടെ കുഞ്ഞിൻ്റെ പേര്, ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ട്. അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ വായിച്ച് നോക്കി പ്രോപ്പറായിട്ട് കൊടുക്കുക. കാരണം ഇത് വൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക. കുഞ്ഞിൻ്റെ ബർത്ത് മാർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുത്താലും മതി. അതുപോലെ തന്നെ ബാക്കി താഴോട്ട് നോക്കുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ആ ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് അവർ പറഞ്ഞ ക്രൈറ്റീരിയ അനുസരിച്ച് അപ്ലോഡ് ചെയ്യുക. പാരൻസിൻ്റെ സിഗ്നേച്ചേഴ്സ് ചോദിച്ചതിനടുത്ത് 2 പാരൻസിൻ്റെ സിഗ്നേച്ചർ ഒരു വെള്ള പേപ്പറിൽ ഇട്ടിട്ട് അടുപ്പിച്ചിട്ടിട്ട് അത് അപ്ലോഡ് ചെയ്യുക പറഞ്ഞ സൈസിൽ. പിന്നെ ഈ ക്യാപ്ച എൻ്റർ ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം. അത്രയാണ് ആദ്യത്തെ സെക്ഷനിലെ ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ സെക്ഷനിൽ അഡ്രസ്സാണ്. നമ്മുടെ UK അഡ്രസ്സും കൊടുക്കുക. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ എവിടെയാണോ നമ്മുടെ ഇന്ത്യൻ എംബസി കൊടുക്കേണ്ടത്. ഇപ്പം ഞങ്ങൾ ബർമിംഗ്ഹാമിലായിരുന്നു കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ ഇന്ത്യൻ എംബസി ബർമിംഗ്ഹാം കൊടുക്കാം. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക. നെക്സ്റ്റ് കിടക്കുന്നത് ഫൈനൽ സബ്മിഷനാണ്. അത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിനകത്ത് നമുക്ക് എഴുതി കാണിക്കും ഫൈനൽ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളത്. വൺസ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ 3 ഡോക്യുമെൻറ്റ്സും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. വീഡിയോയുടെ അവസാനം കാണിക്കുന്ന ഇമെയിൽ ID മെയിൽ അയച്ച് ബർത്ത് രജിസ്ട്രേഷനും പാസ്പോർട്ട് ആപ്ലിക്കേഷനും ഒരുമിച്ച് ചെയ്യാമെന്ന് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം VFS അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ ഫാമിലിക്ക്, ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക്